മിന്നൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് മഴമേഘങ്ങളെ അതിന്റെ മലക്കുകൾ ഇങ്ങനെ തെളിച്ചോണ്ട് പോകും, ഈ പോത്തിനെയൊക്കെ തെളിച്ചോണ്ട് പോണ പോലെ. അപ്പോൾ ആ തെളിച്ചോണ്ട് പോണ സമയത്ത് ചില മഴമേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും, അല്ലെങ്കിൽ നടക്കൂല, പോകൂല, അങ്ങനെയൊക്കെ നിൽക്കും. അപ്പം മലക്ക് കയ്യിലിരിക്കുന്ന ഒരു ചാട്ടവാറുണ്ട്. ആ ചാട്ടവാറ് തീ കൊണ്ടുള്ള ചാട്ടവാറാണ്. ആ ചാട്ടവാർ എടുത്തിട്ട് ഇങ്ങനെ വീശി ഇങ്ങനെ പട്ടോ പട്ടോ. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഓങ്ങി ഇങ്ങനെ വീശുമ്പോ വെളിച്ചം വരില്ലേ, അതാണ് മിന്നൽ. അങ്ങനെയാണോ ഖുർആൻ അത് അതാ മഴമേഘത്തേക്ക് കൊള്ളുമ്പോ ഉണ്ടാവുന്ന ഒച്ച ഉണ്ടല്ലോ, പറയണ കേൾക്കും. അതാ മഴമേഘത്തിൽ കൊള്ളുമ്പോ ഉണ്ടാവുന്ന പെട കിട്ടുമ്പോ ഉണ്ടാവുന്ന ശബ്ദം ഉണ്ടല്ലോ, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ സ്കൂളിൽ എത്ര വരെ പഠിച്ചു? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഏതാണ് എഞ്ചിനീയറിംഗ് വിഭാഗം? ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വാവ്, വണ്ടർഫുൾ. സോ ഡിഫൈൻ വാട്ട് ഈസ് ലൈറ്റ്നിങ്. കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ നമുക്ക് പണിയാ. occurs when electron discharge happens between two. Yeah. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന വെളിച്ചമാണ് മിന്നൽ. ആ പാസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ശബ്ദമാണ്. ഇതല്ലേ നമുക്ക് മനസ്സിലാവുന്നത്? അതെ, കറക്റ്റ്. ഇസ്ലാമിൽ എന്താ പഠിപ്പിച്ചത്? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അത് തെറ്റിയോ? അപ്പൊ ഖുറാനിലുള്ളത് തെറ്റിയോ? ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിലുള്ളത് തെറ്റിയോ അല്ലേ? അല്ലല്ല, അപ്പോഴും ഞാൻ ഇസ്ലാമിലുള്ളത് ശരിയാണോ? അപ്പൊ ഞാൻ പറയുന്നത് ഇസ്ലാമിലുള്ളത് ശരിയാണോ എന്ന് പറയൂ. ഇസ്ലാമിലുള്ളത് ശരിയാണോ അല്ലയോ എന്നുള്ളതല്ല, അത് നമ്മൾ നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്താ? ഇതറിയാനാണോ താൻ നിലവിളിച്ചോണ്ട് ഇങ്ങോട്ട് ഓടി? അതായത് നിങ്ങൾ എഞ്ചിനീയറിംഗിൽ പഠിച്ചതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അതോ ഈ മേഘത്തിന്റെ കഥയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല, ഞാൻ എഞ്ചിനീയറിംഗിൽ എന്ത് പഠിച്ചു എന്നതിന് ഇന്നേ വരെ തെറ്റായിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതാണ്. അപ്പൊ ഖുറാനിലുള്ളതിന് തെറ്റായിട്ട് കാണാൻ കഴിഞ്ഞല്ലോ? ഇല്ല, കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടോ ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളാം. പോയിട്ട് ഈ മലക്ക് പോയിട്ട് എപ്പോഴും കാണുന്നുണ്ടോ? ഇല്ല, അതുകൊണ്ടാ പറയുന്നത്. നമ്മൾ ഒരു കവിത എഴുതി വായിക്കുന്നവര് ആ കവിതന്റെ വാക്കാൽ എങ്ങനെയാ പോകുന്നത് എന്നുള്ളത് ആലങ്കാരികമാണ്. ആ വാക്ക് ഞാൻ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് എന്റെ ചിന്താഗതിയാണ്. അതിന് ശരിയായിട്ട് വാദമാണ് എന്റെ പൊന്നു മോസിന്. ഇങ്ങനെയാണോ ഇതിനൊക്കെ ഡിഫെൻഡ് ചെയ്യല്? ഈ മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഏതായാലും ഇത് പൊളിഞ്ഞല്ലോ, ഇനി അടുത്തത് പറഞ്ഞുതരാം. എന്നാ നിങ്ങൾ പറയും, നിങ്ങൾ ഏതാ വിശ്വസിക്കുന്നത്? നിങ്ങൾ ഇപ്പോഴും ഏതിലാ വിശ്വസിക്കുന്നതെന്ന് പറയൂ. നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സയൻസ് പഠിച്ച വാക്കിലേക്ക് പിടിക്കുന്നത്, പക്ഷെ അതിന്റെ ലോജിക്കലി നിങ്ങൾ ഇപ്പോഴും പോയിട്ടില്ല. എന്താ ലോജിക്ക്? മലക്കുകള് മേഘത്തിന്റെ മൂട്ടിൽ ഉണ്ടാവുന്ന ലോജിക്ക് എന്താ ഒന്ന് പറഞ്ഞുതരൂ, ഒന്ന് പഠിപ്പിച്ചു തരൂ പ്ലീസ്. സഹോദരന്മാരെ, നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്ന് പോവാണ്. നിങ്ങൾക്ക് ഒരൊറ്റ സിമ്പിൾ എക്സാമ്പിൾ വയ്ക്കാം. നിങ്ങൾ പറഞ്ഞില്ലേ 7 ആകാശം. 7 ആകാശത്തിന്റെ കഥയൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞത് മേഘത്തിന്റെ അത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഞാൻ 7 ആകാശം മിണ്ടിയിട്ട് പോലും. ഇനി അത് പറഞ്ഞാൽ നമുക്ക് അടുത്ത വേറെ പറയാം. ആദ്യം കഥ പറയും. ഇല്ല, എനിക്കിപ്പോഴും നമുക്ക് ആദ്യം കാര്യം തീരുമാനമാക്കാം. ആദ്യം അത് തീരുമാനമാക്കാം, എന്നിട്ട് അടുത്തത്. നമുക്ക് അങ്ങനെ ജമ്പ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റില്ല. കോറിൽ നിന്ന് എർത്തിന്റെ കോറല്ല ഞാൻ പറഞ്ഞത്, ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് ഇട്ടുണ്ടാവുന്നത് എർത്തിന്റെ കോറിലാണോ? ആണോ? എർത്തിന്റെ കോറിലാണോ? അല്ല. പിന്നെ ഇതിന് എർത്തിന്റെ കോർ പറയണത് അതവിടെ നിൽക്കാം. നമ്മളുടെ എർത്ത് കോർ ജനറേറ്റ് ചെയ്യുന്ന ഓരോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എർത്ത് കോറിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് ലേയേഴ്സ് ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് ലേയേഴ്സ് അതിനെ എങ്ങനെ അതിന്റെ എനർജി, അതായത് ഇപ്പൊ ഒരു എനർജിയും നമുക്ക് അവിടെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിനെങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്യുന്നു, ആ ഡിസിപ്പേഷന്റെ ഡിഫറെന്റ് ലേയേഴ്സ് ആണ് നമ്മൾ ഈ പറയുന്ന പ്ലസും മൈനസും. ഓക്കെ, ആ പ്ലസും മൈനസിന് വീണ്ടും നമ്മൾ എങ്ങനെ ഇത് അതിനെങ്ങനെ ബാലൻസ് ചെയ്യുന്നു, അതിൽ നിന്നാണ് ഈ ലൈറ്റ്നിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അടുത്ത ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എർത്തിന്റെ കോറിന് എങ്ങനെയാന്ന്, അതിന്റെ സണ്ണ്, നമ്മള് എർത്ത് എങ്ങനെ ഉണ്ടായി, സണ്ണ് എങ്ങനെ ഉണ്ടായി, എല്ലാത്തിനും. അപ്പൊ അതിലേക്ക് എവിടെയാണ് മേഘം വരുന്നതെന്ന് പറയാം ആദ്യം.
അയ്യോ അത് വേണ്ട. പറയ്, അതാണല്ലോ നമ്മുടെ ഇല്ല, വിഷയം. വന്നിട്ടില്ല. അത് നിങ്ങളാ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ല. ഇത് ഖുറാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ അന്നേരം ആ എടുത്ത വാക്കിന്റെ തെറ്റിദ്ധാരണ അല്ലേ നമ്മളിപ്പോ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് ആരാ? ഞാനാണോ? ഞാനല്ല. അത് അല്ലാഹു അല്ലേ? എടുത്തു എന്നുള്ള രീതിയിലാണ് തെറ്റിദ്ധാരണ. അത് അല്ലാഹു അല്ലേ എഴുതി വെച്ചത്? ഞാനാണോ? നേരമായി എനിക്കിട്ട് പുറക്കാൻ തുടങ്ങി. ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇങ്ങനെ എടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെ എടുക്കണേന്ന് പറയും എന്ന് പറഞ്ഞ എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ മേഘത്തിന് മൂടുണ്ടോ? ഏ? മേഘത്തിന് മൂടുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ എങ്ങനെ? ശരിയാണ്. ശരിയാണെന്ന്? എന്ത് ശരിയാണെന്ന്? എന്റെ പൊന്നു കോയ, ഒന്നില്ല എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചല്ലോ, ഈ ഉരുളൽ ഈ വെളുപ്പിക്കലൊക്കെ ഒന്ന് മാറ്റി വെച്ചൂടെ? നാണുണ്ടോ? അജ്ജേ. ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, നമ്മൾ അതിന് ആ വാക്യങ്ങൾ എങ്ങനെ എടുത്തു എന്നുള്ളതിലാണ് പ്രശ്നം. അല്ലാതെ വാക്യങ്ങൾ എങ്ങനെ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഖുറാൻ, എന്റെ പൊന്ന് മോസിനെ, ഇത് ഹദീസിൽ എഴുതി വെച്ച് ഇത് മുഹമ്മദ് നബി സഹാബികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഒരു മാറ്റമില്ലല്ലോ ഇവന്. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പോവാ. നീ പോലെ ബുദ്ധി ഇല്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ട. ഓക്കെ, ഇതിപ്പോ എനിക്ക് മനസ്സിലായത് തെറ്റായതാകാമെന്നല്ലേ മോസിൻ പറയുന്നത്? അല്ല, നിങ്ങൾ മനസ്സിലാക്കിയത് അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ആ സാധനം എടുക്കുമ്പോഴത്തുള്ള വിഷയമാണെന്നല്ലേ പറയുന്നത്, തെറ്റ് ശരി എന്നുള്ളതല്ല അല്ലേ? ഞാൻ പറയുന്നതല്ല ഇത് ഹദീസിൽ എഴുതി വെച്ച സാധനങ്ങളാണ് ഈ പറയണത്. മുഹമ്മദ് നബി സഹാബികൾക്ക് വിശദീകരിച്ച് കൊടുക്കുന്ന കാര്യമാണ് ഈ പറയണത്. അപ്പൊ മുഹമ്മദ് നബിക്ക് പോലെ അതാണ് മനസ്സിലായത്. ഒരു പ്രവാചകൻ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ട്. അതെ, ആവശ്യമില്ലാത്ത പറഞ്ഞ് കാട് കയറാണ്. അപ്പൊ ഏതായാലും മോനൊരു കാര്യം ചെയ്യും, ചെന്നിട്ട് മേഘത്തിന്റെ മൂഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ പറഞ്ഞ മതി. ചെല്ല്. ഓക്കെ, പോയി ഇസ്ലാം പഠിക്കുക കേട്ടോ. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല.